നമസ്കാരം. മല്ലു ബൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൊട്ടാറ്റോ കൊണ്ട് വോഡ്ക ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം. ഇപ്പം അധികം വോഡ്ക പൊട്ടാറ്റോയിൽ നിന്ന് ഉണ്ടാക്കാറില്ല. അതിനുള്ള ഈൽഡ് വളരെ കുറവാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 6 കിലോ ഉരുളക്കിഴങ്ങാണ് എടുക്കുന്നത്. ഇത് ഒരു 2-3 കഷ്ണമായിട്ട് കണ്ടിച്ച് നമ്മളൊന്ന് പുഴുങ്ങണം. കാരണം ഇത് പുഴുങ്ങി ഉടയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഴുങ്ങുന്നത്. നമ്മളിതിന് മാഷിംഗ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിൽ പുഴുങ്ങുകയാണ്. നമ്മുടെ പൊട്ടറ്റോ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിന് വെള്ളം ഊറ്റിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ ഈ പുഴുങ്ങിയ വെള്ളത്തിൽ തന്നെ നമുക്ക് ഉടച്ചെടുക്കാം. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി നല്ലൊരു ക്ലീൻ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ പൊട്ടറ്റോ തനിയെ നമ്മൾ ഉടച്ചിട്ട് വീണ്ടും പുതിയ വെള്ളം ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയ വെള്ളത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഉടയ്ക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു 20 ലിറ്റർ വെള്ളം നമ്മുടെ ബോയിലർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാഷ് ചെയ്ത ആ പൊട്ടറ്റോ നമ്മൾ ഇടണം. അപ്പം ഉടച്ച പൊട്ടറ്റോ മുഴുവൻ നമുക്ക് ചൂടുവെള്ളത്തിലേക്ക് ഇടണം. ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ എടുക്കാൻ മറന്നുപോയ കാര്യമുണ്ട്. അതായത് നമ്മൾ ഇതിനകത്തോട്ട് എൻസൈം ഇടുന്നില്ല. അതിന് പകരമായിട്ട് ഒരു 1.5 കിലോ നമ്മൾ മാൾട്ടഡ് ബാർലിയാണ് ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് 1.5 കിലോ ഞാൻ മാൾട്ടഡ് ബാർലി ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഈ സ്റ്റാർച്ച് ഷുഗറായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാൾട്ടഡ് ബാർലി ചേർക്കുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എൻസൈം ചേർക്കണം. പക്ഷേ ഞാൻ അന്നെങ്കിൽ എൻസൈം അല്ല ചേർത്തത്, 1.5 കിലോ മാൾട്ടഡ് ബാർലിയാണ് ചേർത്തത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ട്രഡീഷണലായിട്ട് പൊട്ടറ്റോ കൊണ്ട് വോഡ്ക ഉണ്ടാക്കുമ്പം എൻസൈം അല്ല ചേർക്കുന്നത്, മാൾട്ടഡ് ബാർലിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനും മാൾട്ടഡ് ബാർലിയാണ് ചേർത്തിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറോളം നമ്മളിപ്പോൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മുടെ ഈ ടെമ്പറേച്ചർ ഏകദേശം ഒരു 65 മുതൽ 70 ഡിഗ്രിക്കുള്ളിൽ സെൻറ്റിഗ്രേഡിലുള്ളിലാണ് നമ്മൾ ചെയ്തത്. 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇത് അരിക്കാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അന്നേരം കിട്ടുന്ന വോഡ്കയ്ക്ക് ഇച്ചിരി ഹാർഷായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ സ്മൂത്തായിട്ട് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് അരിച്ചിട്ട് ഫെർമെൻറ്റ് ചെയ്യുന്നത്. അരിച്ചിട്ട് ഇതിൻ്റെ ഖരപദാർത്ഥങ്ങളൊക്കെ മാറ്റിയിട്ട് ലിക്വിഡായിട്ട് ഉള്ളത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യുന്നത്. സാധാരണ പഴയ കാലത്ത് അത് മുഴുവൻ അങ്ങനെ തന്നെ ഇട്ടിട്ട് ഫെർമെൻറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ആ ഫെർമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസ്റ്റിൽ ചെയ്ത ശേഷം അതുകൊണ്ടാണ് വേസ്റ്റ് നമ്മൾ പന്നിക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം സാധാരണ ഇതിലെല്ലാവരും ഒരു സ്മൂത്ത് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം അരിച്ച് ഇതിന് ഖരപദാർത്ഥങ്ങളെല്ലാം വേസ്റ്റുകളൊക്കെ എടുത്ത് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ബാഗിലൂടെ നമ്മൾ അരിക്കുകയാണ് ചെയ്തത്. അരിച്ച് കഴിഞ്ഞിട്ട് ഇതാണ് നമുക്ക് കിട്ടിയ വേസ്റ്റ്. ഇത് നമുക്ക് കളയാനുള്ളതാണ്. ഇനിയും അരിച്ച് കിട്ടിയ ഇതാണ് നമ്മുടെ ലിക്വിഡ്. ഇതിനകത്തോട്ട് നമ്മുടെ ഈസ്റ്റ് ചേർക്കണം. ഈസ്റ്റ് ചേർക്കുന്നതിന് മുമ്പ് നമ്മുടെ ടെമ്പറേച്ചർ നോക്കണം. ഏകദേശം ഒരു 32-35 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത്. ഞാനിന്നിവിടെ ഈസ്റ്റ് ചേർക്കുന്നത് വോഡ്ക ഈസ്റ്റാണ്. അതിന് മുമ്പ് നമ്മൾ വേണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇതെനിക്ക് 1.040 ആണ് കിട്ടിയത്. അപ്പോൾ അത് ഏകദേശം ഒരു 5% ആൽക്കോളേ ഉണ്ടാകത്തുള്ളൂ ഫെർമെൻറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് നമ്മൾ ചേർക്കുകയാണ്. ഈസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി നമ്മൾ അടച്ച് ഒരു 5 ദിവസത്തേക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പം ഈസ്റ്റ് നമ്മളിട്ടു, നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ 5 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റില്ലിലേക്ക് മാറ്റണം. ഞാനിത് അല്പം ഉയരത്തിൽ നിന്ന് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഒഴിക്കുമ്പം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഇതിൽ നിന്ന് പോകും. അപ്പോൾ ഡീഗ്യാസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം എൻ്റെ. അതിനുശേഷം നമ്മൾ ഏകദേശം ഒരു 15-16 ലിറ്റർ നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം. അപ്പോൾ നമ്മളിനി ഇത് ഡിസ്റ്റിൽ ചെയ്യാൻ പോവാണ്. ഇത് വോഡ്കയായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കോളം സ്റ്റിൽ വെച്ചിട്ടാണ് ഇത് ഡിസ്റ്റിൽ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ABV എന്ന് പറയുന്നത് ഏകദേശം ഒരു 92 മുതൽ 95% ABV ആയിരിക്കും. പിന്നീട് നമ്മളത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് വോഡ്ക ഉണ്ടാക്കുന്നത്. നമ്മുടെ ഡിസ്റ്റിലിങ് ഏകദേശം നമ്മൾ കഴിഞ്ഞു. ഇനിയും ഇത് നമ്മൾ ഫിൽറ്റർ ചെയ്യണം. ഞാനത് വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്നത് ഒരു കാർബൺ ബ്ലോക്ക് ഉള്ള ഒരു ഫിൽറ്റർ വെച്ചിട്ടാണ്. ഇത് ഫിൽറ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വളരെ സ്മൂത്തായിട്ടുള്ള ഒരു വോഡ്ക നമുക്ക് ലഭിക്കും. എനിക്ക് ഏകദേശം ഒരു 1.5 ലിറ്റർ 40% ABV വോഡ്ക കിട്ടിയിട്ടുണ്ട്. വളരെ സ്മൂത്താണ്. താങ്ക്സ്. മല്ലു ബൂസിലെ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.